ഹായ് സുഹൃത്തുക്കളെ, ഞാനിത് എന്താ എങ്ങനെ ഇളക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സാധാരണ പണ്ടൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും 4 മണിക്കോ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. ഒരു പുഴുക്കായത് കേട്ടോ. ഇതെന്തവാ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നെല്ലാം നമ്മൾ കണ്ടു നോക്കാമേ. കുറച്ച് പച്ച കപ്പ ഇതേപോലെ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് പച്ചക്കായ, ഏത്തക്കായാണ്. ഇതിന്റെ തൊലി ഇതേപോലെ പൊളിച്ച് കളഞ്ഞിട്ടില്ല, തൊലി ചെത്തിയിട്ടേ ഉള്ളൂ. അതും ചീമച്ചേമ്പും കൂടാണ്. രണ്ടും കൂടി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒന്ന് ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത്. അപ്പൊ ഇതിന് കുറച്ച് ഞാൻ ഉപ്പ് ഇങ്ങനെ തടവിയിട്ട് ഒന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ട്. അന്നേരം വെന്ത് കഴിയുമ്പോഴത്തേനും ഉപ്പ് ഇതേലങ്ങ് പിടിച്ചോളൂ, അതിനു വേണ്ടിയാണ്. അപ്പൊ ഇത് ആവിക്ക് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് കുറച്ച് വെള്ളക്കടലയാണ്. ഇതും കൂടെ സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് വേവിക്കാം. വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുകൂടെ വേവിച്ചെടുക്കാം. കപ്പ വെന്ത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഏത്തക്കായും ചേമ്പും അതും വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി ഓഫാക്കിയേക്കാം. ഇതിനൊരു അരപ്പാണ് വേണ്ടത്. അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കാന്താരി, കുറച്ച് ജീരകം, ചുമന്ന ഉള്ളി, കറിവേപ്പില, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇനി വെന്തെടുത്തിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിലേക്ക്. ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അരപ്പ് ചതച്ചപ്പോ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടായിരുന്നേ. ഇനി അതിലേക്ക് ഉപ്പിടുക. നമ്മൾ ഏത്തക്കായും ചേമ്പും കൂടെ പുഴുങ്ങിയപ്പം കുറച്ച് ഉപ്പ് ചേർത്തതാണ്. എന്നാലും ബാക്കിയൊന്നിനും ഉപ്പില്ലല്ലോ. ഇതൂടെ ഇതിനകത്തേക്ക് ഇട്ടു. ഈ ചേമ്പും ഏത്തക്കായും കൂടെ. കടല പുഴുങ്ങിയത്. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പുണ്ടല്ലോ, കടല പുഴുങ്ങിയ വെള്ളമാണ്. അതെ, കുറച്ച് ഇതൊന്ന് ആവിക്ക് അരപ്പെല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ട വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളമായി പോയാലേ നേരം അങ്ങ് കുഴഞ്ഞു പോകും. ഇനി അടച്ചു വെച്ച് ഒന്ന് അരപ്പൊക്കെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് ആവി വരട്ടെ. ഇതിപ്പം വെള്ളമൊക്കെ പറ്റി ആവി വന്നിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കാം. ഇനി ഒന്ന് കടുക് ചാലിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളേ, കാര്യം നമുക്ക് പച്ച വെളിച്ചെണ്ണ പിന്നെ ഒഴിക്കേണ്ടതാണ്. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. കടുക്, കറിവേപ്പില, ചെറിയുള്ളി, കുറച്ച് തേങ്ങാപ്പീര. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇടാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയുള്ളി ഇട്ടു. ഇനി അതിലേക്ക് തേങ്ങ, കൂട്ടത്തിൽ തന്നെ കറിവേപ്പില. തേങ്ങ ഇത്രയും മൂത്ത് കിട്ടിയാൽ മതിയെ. ഫ്ലെയിം ഓഫ് ആക്കാം. ഈ കപ്പയിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് ഇടുവാണേ. വെളിച്ചെണ്ണ തീരെ കുറച്ചാണ് നമ്മൾ അന്നേരം ഒഴിച്ചത്, കടുക് വെക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുവാണേ. നല്ല ടേസ്റ്റാ പച്ചവെളിച്ചെണ്ണ ഒടിയിൽ ഇങ്ങനെ ഇച്ചിരി ഒഴിച്ചു കഴിയുമ്പോ. കുറച്ച് കറിവേപ്പിലയും കൂടെ. ഈ ഒരു സാധനം എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? കണ്ട, ഇത് തുടുപ്പെന്ന് പറയുമേ. നമ്മൾ സാധാരണ ചക്ക, കപ്പ ഇതൊക്കെ ഇളക്കുന്ന ഇതും കൊണ്ടാണ്. പല വീടുകളിലൊക്കെ ഉള്ളതാ, മിക്കവാറും വീടുകളിലൊക്കെ ഉള്ളതാ ഇത്. ഇത് ഞാന് കറിവേപ്പിന്റെ കമ്പാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പ്, കാശാവ് ഇതൊക്കെ സാധാരണ എടുക്കാറുള്ളതാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോ ശരിക്കും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇതൊന്നും ഒരുപാട് കുഴക്കണ്ട കേട്ടോ. ഇത്ര ഇളക്കിയാ മതിയേ. നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റിൽ അന്നേരം ഇടണം കേട്ടോ. ഈ ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യം തന്നെ ഇടണം. കണ്ട, അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.
ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരി മറ്റു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകളുമായിട്ട് എത്തുന്നതായിരിക്കും.